അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് രാജാവിൻ്റെ ദർബാറിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് നല്ല ഉപദേശം കേൾപ്പിക്കാനാണ് ഹാറൂൻ റഷീദ് രാജാവ് ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക്, തൻ്റെ ദർബാറിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ആ സമയത്ത് ഹാറൂൻ റഷീദ് രാജാവ് തനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ അവിടെയുള്ള ജോലിക്കാരോട് ഓർഡറിടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനിക്ക് വെള്ളം കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ഹാറൂൻ റഷീദ് രാജാവ് ആ ഒരു ഗ്ലാസ് വെള്ളം, നല്ല ദാഹിച്ച ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാൻ തയ്യാറാകുമ്പോഴേക്ക് ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയുന്നു, നിക്ക് നിങ്ങൾ ഇപ്പോൾ കുടിക്കണ്ട. നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ വല്ലാത്തൊരു ദാഹം ഉള്ളത് കൊണ്ടാണല്ലോ വെള്ളം ചോദിച്ചത്. ഈ ദാഹം ഒന്നും കൂടി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകും. അത്രമാത്രം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാൽ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എവിടെയും കിട്ടുന്നില്ല. അവസാനം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നുണ്ട്, പക്ഷേ വലിയ പണം കൊടുക്കേണ്ടി വരും. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പണം കൊടുത്തിട്ട്, എന്ത് വില കൊടുത്തിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഹാറൂൻ റഷീദ് രാജാവിന് ഈ ചോദ്യം വലിയ ഗൗരവത്തോടു കൂടെ കേൾക്കുകയും അതിന് നല്ലൊരു മറുപടി പറഞ്ഞു. ബിനിസ്ഫി മുൽക്കി, എൻ്റെ രാജഭരണത്തിൽ നിന്ന്, എൻ്റെ അധികാരത്തുള്ള സ്വത്തുക്കളിൽ നിന്ന് പകുതിയും ഈ വെള്ളത്തിന് വേണ്ടി ഞാൻ കൊടുക്കും. വെള്ളം കിട്ടണല്ലോ, ഇല്ലെങ്കിൽ മരിക്കുമല്ലോ. അപ്പൊ എൻ്റെ കയ്യിലുള്ള പണമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്നിലുള്ള എല്ലാ സ്വത്തുക്കളുടെ പകുതിയും ഞാൻ കൊടുത്ത് ആ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി അത് ചെലവ് ചെയ്യും. അങ്ങനെ ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു വീണ്ടും അവിടെ നിന്ന് ആ ഉപദേശം, വീണ്ടും അവിടെ നിന്നൊരു കാര്യം പറയാണ്. അത് ശരിയാണ്, നിങ്ങളുടെ മുതലിൽ നിന്ന് പകുതിയും കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പക്ഷേ കുടിച്ച വെള്ളമോ ഇനി പുറത്തു വരുന്നില്ല. അതായത് അവിടെ കെട്ടിയിരിക്കുകയാണ്. ഒരു മൂത്രം മുട്ടിയിരിക്കുന്നു, പക്ഷേ പുറത്തു വരാൻ അത് സാധിക്കുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അത് എങ്ങനെങ്കിലും ഒന്ന് പുറത്തിടണം. അപ്പോഴാണ് അങ്ങനൊരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം പുറത്തിടാൻ വേണ്ടി നിങ്ങൾ എത്ര പ്രയാസപ്പെടും. അങ്ങനെ അതിൻ്റെ ഒരു ചികിത്സയും കിട്ടുന്നില്ല. വലിയ പണം മുടക്കിയാലേ ആ മൂത്രമൊന്ന് നിങ്ങൾക്ക് ശരിയായി ഒഴിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചതിൽ നിന്ന് പുറത്തുവിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്തും ഹാറൂൻ റഷീദ് രാജാവ് പറയാണ്, ബിനിസ്ബി മുൽക്കി, എൻ്റെ രാജഭരണത്തിൽ നിന്ന്, എൻ്റെ അധികാരത്തിൻ്റെ പണത്തിൽ നിന്ന് പകുതിയും കൊടുത്ത് ആ ചികിത്സ ഞാൻ ചെയ്യും. മൂത്രം പോവാൻ വേണ്ടി എല്ലാം ഞാൻ കൊടുക്കുമെന്ന് ഹാറൂൻ റഷീദ് രാജാവ് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊരു വാക്ക് പറയുകയാണ്, വളരെ ചിന്തനീയമായ വാക്ക്. നോക്ക് രാജാവേ, നിങ്ങൾക്കുള്ള ഈ വലിയ സ്വത്തുക്കളും ഈ വലിയ രാജഭരണം, ഈ വലിയ അധികാരങ്ങളൊക്കെയും കേവലം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും ആ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം പുറത്തുവിടാനും അത്രമേ ഇതിന് വിലയുണ്ടാവുകയുള്ളൂ എന്നുള്ള വലിയൊരു ഉപദേശം ബഹുമാനപ്പെട്ട ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ചിന്തനീയമായ വാക്കാണല്ലോ ആ പറഞ്ഞ ഉപദേശം. അതേ, അല്ലാഹു നമ്മൾക്ക് ഇന്നുവരെ നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾ, അതേ, നമ്മൾ വെള്ളം കുടിക്കുന്നു, ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പക്ഷേ അതിലെ ബുദ്ധിമുട്ടൊന്നും നമുക്കറിഞ്ഞിട്ടില്ല.
പക്ഷേ തിന്ന ഭക്ഷണങ്ങളൊക്കെയും കുടിച്ച വെള്ളങ്ങളൊക്കെയും വേണ്ട സ്ഥിതി വേണ്ട സമയത്ത് അതെല്ലാം പുറത്തു പോകുന്നു. ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നില്ല. അതേ പ്രയാസം അനുഭവിക്കാത്തതിന്റെ പേരിൽ അതിന്റെ വിലയോ അതിന്റെ ഗൗരവമോ നമ്മൾ അറിയുന്നില്ല. അള്ളാഹു ഒന്ന് പരീക്ഷിച്ചാൽ എല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അത്രേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള പണമെന്ന് ബഹുമാനപ്പെട്ടവർ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതിലൂടെ നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മുടെ കയ്യിലുള്ള അധികാരമോ നമ്മുടെ കയ്യിലുള്ള പണമോ ഇതുകൊണ്ടൊക്കെ ഞാൻ വിജയിക്കും, ഇതുകൊണ്ട് എനിക്കെന്തും നേടാനെന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് വേണ്ട. ഒന്നുള്ള പരീക്ഷിച്ചാൽ അതോടുകൂടെ എല്ലാം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തരാതെ അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.